ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ഞാൻ അപ്ലോഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യണം. അപ്പോൾ ചോദ്യങ്ങൾ വന്നു, എന്താ വീഡിയോ ഒന്നും ചെയ്യാറില്ല, ഇപ്പോൾ ഒന്നും വീഡിയോ ഒന്നും കാണാറില്ല. അതാണ് ഗൈസ്, ഞാൻ വീഡിയോ ചെയ്യാറില്ല, എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്തോ ഒരു ബുക്ക് കാണുന്നുണ്ട് ഗൈസ്. ഇത് വേറെ എന്ത് ബുക്കല്ല കേട്ടോ, കന്നഡ മലയാളം ശിക്ഷക എന്ന് വെച്ചാൽ മലയാളം ആൻഡ് കന്നഡ. മലയാളം അറിയാത്തവർക്ക് കന്നഡ പഠിക്കാം, കന്നഡ അറിയാത്ത ആൾക്ക് മലയാളം പഠിക്കാം. ഞാൻ പഠിച്ചത് കന്നഡ ആണെങ്കിലും എനിക്ക് ഉമ്മ മലയാളം പഠിപ്പിച്ചിന്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേപ്പറൊക്കെ വായിച്ചിട്ട് വായിക്കാറുണ്ട്. എവിടേക്കോ എന്തൊക്കെ തെറ്റുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം എനിക്ക് ഉമ്മ ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം, ഈ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് വാങ്ങിച്ച് തന്നെ കേട്ടോ, കന്നഡ ആൻഡ് മലയാളം. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വായിച്ച് പഠിക്കും. അതാണ് ഈ ബുക്ക്. അപ്പം നമുക്ക് റൂമിൽ നിന്ന് പുറത്തോട്ട് പോവാം. കമൺ ഗൈസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഈ മഴക്കാലത്ത് എങ്ങനെ ഡ്രസ്സ് ആർത്തിരുന്നേ ഗൈസ്, ഇതിലാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ്. ഇതാണ് കേട്ടോ, ഉണക്കിയിട്ട് ഇതിലർത്തിടും. ഇതാണ് ഞങ്ങൾ കുഞ്ഞ് സ്റ്റാൻഡ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോത്തിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അത് വേറെ ഒന്നല്ല, ഡ്രസ്സ് ഇടുന്ന സ്റ്റാൻഡാണ്. ഇതന്നെ വൈറ്റ് ഞാൻ മാബില് കുഴക്കാല എന്തെല്ലെങ്കിൽ പിന്നെ വേറെന്തോ തിന്നുന്നതിനായിട്ട് പണ്ട വിട്ടിട്ട് അബില് കുഴച്ചിട്ട് തിന്നാം. തേങ്ങ ചേച്ചിട്ട് അങ്ങനെയൊക്കെ പണി കിട്ടിയ കേട്ടോ, തേങ്ങ ചേർക്കുന്നത്. അപ്പം പോയിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. വേറെ എന്തല്ല കേട്ടോ, അബില് കുഴച്ച് തിന്നാനാ. അപ്പൊ പണ്ടാക്കണം, പണ്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ. അപ്പൊ നമുക്ക് ചേർക്കാം. ഗൈസ്, അങ്ങനെ തേങ്ങ എല്ലാം ചേർച്ചിട്ടായി. ഇത് ഉമ്മ കൊണ്ടുവരി കൊടുക്കാം. എന്തെങ്കിലും ഉമ്മ പണിയിലുണ്ടാവുക ഇതെന്താ അറിയോ, ബെല്ലം ഉമ്മ ഫസ്റ്റ് ഉരുക്കിയിട്ട് ഇതിനരിക്കും. എന്തെല്ലെങ്കിൽ ഇതിൽ കാട്ടലുണ്ടാകുന്നല്ലേ, അപ്പൊ ഉമ്മ അതിന് അങ്ങനെ യൂസ് ആക്കുമല്ലോ, ഉമ്മ ഉരിക്കാത്ത ബെല്ലത്തിനെല്ലാം. ഇതാ ഇതിലാണ് ഒരിക്കാൻ പോവാ. തിണ്ടെല്ലാം നോക്കണ്ടാവാ, ഇത് പണിയിലെല്ലാം ഉണ്ടായതുകൊണ്ട് കുറേ കച്ചറെല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാവാ. പിന്നൊന്ന്, ഇതെന്തറിയോ, എൻ്റെ ഉമ്മ ഈ മഴക്കാലത്ത് ഏറ്റവും വലിയൊരു പണിയാണ് ഈ ചപ്പല കറി വെക്കുന്നത്. ഇതെന്ത് ചപ്പല അറിയോ, തവര ചപ്പലേന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവാ. ഉമ്മ ഏടെ ചപ്പല കണ്ടങ്ങ് പറിച്ചോണ്ട് വന്നിട്ട് കറി വെക്കും. ഇത് അരിയെല്ലാം വറുത്തിട്ട് കറി വെച്ചത് ഉമ്മ. എന്ത് ടേസ്റ്റ് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ ചപ്പല കറിയല്ലോ, കമൻറ്റ് ചെയ്യാവാ. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നീരുള്ളി മുറിക്കുന്നവാ. അപ്പോൾ ഉമ്മാക്ക് നീരുള്ളി ഒന്ന് മുറിച്ച് കൊടുക്കാം. അങ്ങനെ ഉള്ളിയെല്ലാം മുറിച്ചിട്ടായി ഗൈസ്. ചങ്ങായിമാരെ, ഇതെന്തറിയോ, പച്ചമുളക് കണ്ടെങ്കിൽ അറിയുന്നറിയോ. പച്ചമുളക് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ മുറ്റത്തായ പച്ചമുളക്, ഞങ്ങൾ നട്ടിട്ടായതല്ല കേട്ടോ. വിത്ത് ചാടിയെടുത്ത് കൊടിച്ച് അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ 3 പച്ചമുളക്. ഒന്ന് കുഞ്ഞു പച്ചമുളക്. ഉമ്മ ബെല്ലം ഇരിക്കുന്നുണ്ടാവാം. എന്താ അരച്ചരിത്ര കാട് നോക്കിയാ, എപ്പോല്ല ബെല്ല യൂസ് ആക്കി അരച്ചിട്ട് തന്നെ യൂസ് ആക്കണാവോ. എന്തെല്ലാം അതിൻ്റെ ഉള്ളിലെല്ലാം കുറേ കാടെല്ലാം ഉണ്ടാകുന്നു അല്ലേ അമ്മ? എന്താ ഇതെന്ത് കണ്ട, കച്ചര കരിമ്പിന്റെ കഷ്ണം. ഇത് അങ്ങനെ ഉമ്മ ഒരുക്കിയെടുത്തിരിക്കും. നമ്മളെ പണ്ട് റെഡി ആയിട്ടുണ്ടാവുക. ഈ പണ്ടത്തെ പ്രത്യേകത ഉണ്ട്, അതെന്റെ ഉമ്മ ചെല്ലുമ്മ. ഇത് എന്തെങ്കിൽ ഇങ്ങനെ വെല്ലം ഉരുക്കിയിട്ട് അതിൽ തേങ്ങാവും നീരുള്ളിയെല്ലാം ഇട്ടിട്ട് ചുല്ലെങ്കിൽ മാസക്കണക്കോളം ഇങ്ങനെ വെച്ചാൽ എന്ത് കേട് വരല്ല. എപ്പോൾ വേണമെങ്കിലും അബില് കുഴച്ച് തിന്നാം. ഗൈസ്, ഞങ്ങൾ അജ്മീർ പോകുമ്പോൾ ഇങ്ങനെ ബെല്ലെല്ലാം ഒരുക്കിയിട്ട് കൊണ്ടുപോയി ഗൈസ്. ഇന്ന് വൈകിട്ടത്തെ ചായക്കുള്ളത് അബില്, പണ്ടം, ബേക്ക, ഒരു കട്ടൻ ചായ. നിങ്ങൾക്ക് എന്ത് ചായക്ക് ഇന്ന് സ്പെഷ്യൽ കമൻറ്റ് ചെയ്യാവാ. അപ്പം ഞാൻ ഇത് തിന്നിട്ടല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു.
അങ്ങനെ ചാനലിൽ പിടിച്ച് വിചാരിച്ചു വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാമെന്ന്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:45 കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായി നിസ്കരിക്കാൻ പോകാൻ ടൈമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചെയ്യാണ്. അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും